1930കളിൽ നാസികൾ ഹിമാലയത്തിലേക്ക് ഒരു രഹസ്യ പര്യവേഷണം ആരംഭിച്ചു. പുരാതന ജ്ഞാനവും അമാനുഷിക ശക്തിയും കൈവശം വച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രാജ്യമായ ശംഭല എന്ന പുരാണ നഗരം കണ്ടെത്തുന്നതിൽ അവർ ആവേശഭരിതരായിരുന്നു. SS ഓഫീസർ ഏണസ്റ്റ് ഷാഫറിന്റെ നേതൃത്വത്തിൽ SS തലവനായ ഹെൻറിച്ച് ഹിംലറുടെ പിന്തുണയോടെയാണ് ഈ ദൗത്യം നടന്നത്. അദ്ദേഹം നിഗൂഢ സിദ്ധാന്തങ്ങളിലും ആര്യൻ വംശം എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഉദ്ഭവത്തിലും വിശ്വസിച്ചിരുന്നു. ടിബറ്റൻ ഇതിഹാസങ്ങളും തിയോസഫിക്കൽ രചനകളും അനുസരിച്ച് ശംഭല മഞ്ഞുമൂടിയ കൊടുമുടികൾക്ക് പുറത്ത് മറഞ്ഞിരുന്നു. സന്യാസിമാരുടെ സംരക്ഷണയിലും യോഗ്യരായവർക്ക് മാത്രം എത്തിച്ചേരാവുന്നതുമായിരുന്നു. യുദ്ധം ജയിക്കാനും ആത്യന്തിക ശക്തി വെളിപ്പെടുത്താനും അതിന്റെ രഹസ്യങ്ങൾ സഹായിക്കുമെന്ന് നാസികൾ വിശ്വസിച്ചു. ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വേഷം മാറി പര്യവേഷണം നരവം ശാസ്ത്രം, കപടശാസ്ത്രം, നിഗൂഢത എന്നിവയെ കലർത്തി. അവർ ഒരിക്കലും ശംഭല കണ്ടെത്തിയില്ലെങ്കിലും ഈ യാത്ര നാസി നിഗൂഢ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും നിഗൂഢവുമായ അധ്യായങ്ങളിൽ ഒന്നായി തുടരുന്നു. ഹിമാലയത്തിൽ ആഴത്തിൽ കുഴിച്ചിട്ട മിത്ത്, അഭിലാഷം, ആസക്തി എന്നിവയുടെ തണുത്ത മിശ്രിതം. അവർ യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിച്ചത്? അവർ സമ്മതിച്ചതിലും കൂടുതൽ അവർ കണ്ടെത്തിയോ?